പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ലൈംഗിക ചൂഷണത്തിന് ഇരകളാകുന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ അതിൻ്റെ കാരണക്കാർ സ്വന്തം അമ്മമാർ തന്നെയായിരിക്കില്ലേ? അവരുടെ ജാഗ്രതക്കുറവും ശ്രദ്ധക്കുറവും മക്കളുടെ ഭാവി ജീവിതം തന്നെ തകർക്കാം. തിരുവനന്തപുരത്ത് ആദ്യ ഭർത്താവിനെ ഉപേക്ഷിച്ച് കാമുകനെ വിവാഹം കഴിച്ച യുവതി സ്വന്തം ജീവിത സുഖം മാത്രമാണ് ആലോചിച്ചത്. അവിടെ തകർക്കപ്പെട്ടത് 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ഭാവിയും സ്വപ്നങ്ങളുമാണ്. അമ്മ വീട്ടിലില്ലായിരുന്നപ്പോഴാണ് രണ്ടാനച്ഛൻ അവളെ പീഡിപ്പിച്ചത്. അങ്ങനെ ഒരു പെൺകുട്ടിയുടെ ജീവിതം പിച്ചി ചീന്തിയ നരാധമനെ വെറുതെ വിടാൻ കഴിയില്ല. പോക്സോ കേസിൽ രണ്ടാനച്ഛന് 78 വർഷം കഠിന തടവാണ് ശിക്ഷ. പ്രതി വൈശാഖൻ 4.25 ലക്ഷം രൂപ പിഴയും അടയ്ക്കണമെന്നാണ് തിരുവനന്തപുരം അതിവേഗ പോക്സോ കോടതിയുടെ വിധി. പെൺകുട്ടി 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ആദ്യ ഭർത്താവിനെ ഉപേക്ഷിച്ച ശേഷം കുട്ടിയുടെ അമ്മ പ്രതിയുമായി പ്രണയത്തിലാവുകയും രണ്ടാമത് വിവാഹം കഴിക്കുകയുമായിരുന്നു. വിവാഹശേഷം കുറച്ചുനാൾ കഴിഞ്ഞ് പ്രതി പലതവണ കുട്ടിയെ പീഡിപ്പിച്ചു. സംഭവത്തിൽ ഭയന്ന കുട്ടി ഇത് പുറത്താരോടും പറഞ്ഞില്ല. ഇതിനിടെ പ്രതി കുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഒരു ദിവസം കുട്ടിയുടെ അനുജൻ വീട്ടിൽ വന്നപ്പോൾ പ്രതി പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നത് നേരിൽ കണ്ടു. അനുജൻ ഇക്കാര്യം അമ്മയോട് പറഞ്ഞു. കുട്ടിയുടെ അമ്മ ചോദിച്ചപ്പോൾ പ്രതി ഇവരെയും ക്രൂരമായി മർദ്ദിച്ചു. തുടർന്നാണ് അമ്മ പോലീസിൽ പരാതി നൽകിയത്. രണ്ടാനച്ഛനായ പ്രതിയുടെ ഈ പ്രവൃത്തി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതിനാൽ ഇയാൾ യാതൊരു ദയയും അർഹിക്കുന്നില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. 41-കാരനായ വൈശാഖിനെ 78 വർഷം കഠിനതടവിനും 4.25 ലക്ഷം രൂപ പിഴയടയ്ക്കാനുമാണ് തിരുവനന്തപുരം അതിവേഗ കോടതി ജഡ്ജി അഞ്ജു മീര ബിർള ശിക്ഷിച്ചത്. പിഴയടച്ചില്ലെങ്കിൽ 4.5 വർഷം കൂടുതൽ തടവനുഭവിക്കണം. പിഴത്തുക കുട്ടിക്ക് നൽകണമെന്നും ലീഗൽ സർവീസ് അതോറിറ്റി നഷ്ടപരിഹാരം നൽകണമെന്നും വിധിയിൽ പറയുന്നു. പ്രോസിക്യൂഷൻ കോടതിയിൽ 17 സാക്ഷികളെ വിസ്തരിച്ചു. 28 രേഖകളും 5 തൊണ്ടിമുതലുകളും ഹാജരാക്കി. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ RS വിജയമോഹൻ ഹാജരായി. ഫോർട്ട് CI ജെ രാകേഷ്, SI-മാരായ അഭിജിത്ത് M, ശ്രീജേഷ് SS എന്നിവരാണ് കേസിൽ അന്വേഷണം നടത്തിയത്. ന്യൂസ് 18 തിരുവനന്തപുരം.